വിടാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഭാവി പരിപാടികൾ എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറയുമെന്നാണ് കരുതുന്നത്. വാർത്താസമ്മേളനത്തിലേക്ക് ആദ്യമേ എല്ലാവർക്കും ഒരു പ്രത്യേക നമസ്കാരം. എന്നെ സംബന്ധിച്ച് ചില വാർത്തകൾ ഇന്ന് നമ്മുടെ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് മുൻകൂട്ടി തയ്യാറാക്കാത്ത ഒരു പദ്ധതി അനുസരിച്ച് പത്രസമ്മേളനം പെട്ടെന്ന് നടത്തേണ്ടി വന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കേരള കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ വ്യക്തിപരമായ കാരണങ്ങളിൽ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ എന്നുള്ള സ്ഥാനമാണ് ഇപ്പോൾ എനിക്കുള്ളത്. ആ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനവും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും ഞാൻ രാജിവെക്കുകയാണ്. കഴിഞ്ഞ 30 വർഷമായി ഞാൻ UDFന്റെ ഉന്നതാധികാര സമിതി അംഗമാണ്. 2016 മുതൽ UDF സംസ്ഥാന സെക്രട്ടറി ആയിട്ടും പ്രവർത്തിക്കുകയാണ്. ആ പദവികളും ഞാൻ രാജിവെക്കുകയാണ്. നേരത്തെ പറഞ്ഞത് തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാലാണ്. അതോടൊപ്പം തന്നെ ഈ കാലം അത്രയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്ത സംസ്ഥാനത്തെ മുഴുവൻ UDF നേതാക്കന്മാരോടും മുഴുവൻ UDF പ്രവർത്തകരോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ എന്നെ അകമഴിഞ്ഞ് സഹായിച്ച കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ മൺമറഞ്ഞു പോയവരുണ്ട്, ഇപ്പോൾ ഉള്ളവരുണ്ട്. അതിൽ ആ പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ, അവരോടെല്ലാമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ 30 വർഷമായി UDFൽ പ്രവർത്തിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെയും മുൻ UDF ചെയർമാൻ ശ്രീ രമേശ് ചെന്നിത്തലയുടെയും കാലഘട്ടം, അവരാണ് എന്നെ UDF സെക്രട്ടറിയായി നിയോഗിച്ചത് 2016. അന്നത്തെ ഘടകകക്ഷിയോടുള്ള ഒരു പരിഗണനയും സഹകരണവും സമീപനവും വളരെ വ്യത്യസ്തമാണ്. ഇന്നത്തെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു സമീപനം ഉണ്ടാകുന്നുണ്ടോ എന്ന് UDFിലുള്ള ഘടകകക്ഷികളും നേതാക്കളുമൊക്കെ ഒരു ആത്മപരിശോധന നടത്തുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായാലും ഞാൻ രാജി വയ്ക്കുന്നു. രാജിക്കത്ത്, പാർട്ടിയിൽ നിന്നുള്ള രാജി എൻ്റെ പാർട്ടി ചെയർമാൻ PJ ജോസഫിന് ഞാൻ ഇന്നലെ തന്നെ കത്തയച്ചിട്ടുണ്ട്. UDFിൽ നിന്നുള്ള രാജി UDF ചെയർമാൻ ശ്രീ VD സതീശനും ഞാൻ കത്ത് അയച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയാനാണ്. എൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഒരു 3-4 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. ഏതായാലും നിലവിലുള്ളൊരു പാർട്ടിയിലും ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. നവീന് തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാനടക്കമുള്ള പല നേതാക്കന്മാരും പ്രവർത്തകരും വലിയ ആലോചന നടത്തിക്കൊരികയാണ്. ഒരു വർഷം മുമ്പാണ് ഞങ്ങൾ ആദ്യമായി തുടങ്ങി വെച്ചത് ഒരു ക്രൈസ്തവ ഐക്യം. കളമശ്ശേരിയിലൊരു വലിയ കൺവെൻഷൻ വിളിച്ചു കൂട്ടുകയുണ്ടായി. അതിനുശേഷം ഒട്ടേറെ യോഗങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നു ഞങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ അവസാനം ഇപ്പോൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ഒരു സെക്യുലർ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകണം. ഒരു നാഷണൽ പാർട്ടി, ഒരു സംസ്ഥാന തലത്തിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് പോലൊരു പാർട്ടി അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു നാഷണൽ പാർട്ടി. അതിൻ്റെ വിശദ വിവരങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ പ്രമുഖ നേതാക്കന്മാർ അതിൻ്റെ പണിപ്പുരയിലാണ്. ആ കാര്യങ്ങളൊക്കെ 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങളെ അറിയിച്ച് അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. രാഷ്ട്രീയ നിലപാട്, എൻ്റെ രാഷ്ട്രീയ നിലപാട് വളരെ വ്യക്തമല്ലേ. ഞാനൊരു ചെറുകിട കൃഷിക്കാരൻ്റെ മകനാണ്. കേരളത്തിലെ കൃഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് അതീവ ഗൗരവമുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ റബ്ബർ കൃഷിക്കാർ. നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ ഇപ്പോൾ ഒരു പട്ടിണിയില്ല ജനങ്ങൾ. റബ്ബറിന് വിലയില്ലാതെ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ റബ്ബറിൻ്റെ വില വർദ്ധിപ്പിക്കണം. ഒരു 300 രൂപയെങ്കിലും റബ്ബറിന് വില വർദ്ധിപ്പിച്ച് തരണം.
എന്നുള്ളതാണ് ഞാനടക്കമുള്ള ആളുകൾ വളരെ കാലമായി ആവശ്യപ്പെട്ടു വരുന്നത്. അതും ഇതുമായി ബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം, റബ്ബറിനെ ഇന്നും ഒരു കാർഷിക ഉൽപ്പന്നമായി പ്രഖ്യാപിച്ചിട്ടില്ല. കാർഷിക വിളകളുടെ കൂട്ടത്തിൽ റബ്ബറില്ല, ഒരു കാർഷിക ഉൽപ്പന്നമാണ് റബ്ബർ. അപ്പോൾ ആ ഏതാണ്ട് 13 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ റബ്ബർ കൃഷിക്കാരുടെ കഷ്ടപ്പാട്, അത് മാത്രമല്ല നെൽകൃഷിക്കാർ ലോൺ എടുത്ത്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നെൽകൃഷി ചെയ്യുന്ന കൃഷിക്കാർ ആ നെല്ല് കൊയ്ത് സംഭരണം നടത്തിയാൽ അതിൻ്റെ വില കിട്ടാൻ കാത്തിരിക്കണം. നെല്ലിൻ്റെ വില അപര്യാപ്തമാണ്, അത് വർദ്ധിപ്പിക്കണം, സംഭരണ വില. അല്ല നാളികേരം, അങ്ങനെ എല്ലാ കാർഷിക മേഖല പൊതുവെ തകർന്നടിഞ്ഞ് കിടക്കുക. അപ്പോൾ അവർക്കൊരു പ്രൊമോഷൻ, കൃഷിക്കാർക്ക് ഒരു ഉത്തേജനം കൊടുക്കുവാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണെന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങളെയൊക്കെ ഈ വിധത്തിൽ പ്രേരിപ്പിച്ചത്. അതായത് ഇപ്പം ചില മാധ്യമങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയോ ക്രിസ്ത്യൻ പാർട്ടി വരുന്നു. ക്രിസ്ത്യൻ പാർട്ടി അല്ല വരാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെയാണ് സെക്യുലർ പാർട്ടി തന്നെയാണ്. അതിനകത്ത് എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. അപ്പം പിന്നെ സെക്യുലർ അല്ലേ. ബി ജെ പിയെ പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അത് ബി ജെ പി വേറൊരു പാർട്ടിയല്ലേ. എനിക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ ബി ജെ പിയെ കുറിച്ച്, അത് വേറൊരു പാർട്ടിയല്ലേ. നോ, ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്ന, ഞാൻ പറഞ്ഞല്ലോ പ്രഖ്യാപനം വരുമ്പോൾ എൻ്റെ വിശദവിവരങ്ങൾ പറയും. ഇപ്പോഴത്തെ ആലോചനയിൽ എൻ്റെ അറിവ് വെച്ചിട്ട് ഒരു ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കുക. അത് ആരോടും ഒരു പ്രത്യേക മമതയോ പ്രത്യേക അടുപ്പമോ പ്രത്യേക വിദ്വേഷമോ ഇല്ലാതെ പ്രവർത്തിക്കണം എന്നാണ് ഇപ്പോൾ ആലോചന. ക്രൈസ്തവരല്ലല്ലോ, അതാ ഞാൻ പറഞ്ഞത്. ആദ്യഘട്ടങ്ങളിൽ ക്രൈസ്തവർ മാത്രമായി യോഗം ചേർന്ന് വന്നു. പിന്നീട് രാഷ്ട്രീയ പാർട്ടി ആക്കണമെന്നുള്ള ആലോചന വന്നപ്പോൾ ഒരു ക്രൈസ്തവർ മാത്രമുള്ള പാർട്ടിയായി പോകുന്നത് കേരളം പോലൊരു സംസ്ഥാനത്ത് ശരിയല്ല, അല്ലെങ്കിൽ രാജ്യത്ത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ മറ്റ് സമുദായങ്ങളിൽപ്പെട്ട വിവിധ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ആളുകളെ കാണുകയും അവരുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി ആ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു പൂർണ്ണത എത്തുന്നത് 2-3 ദിവസം എടുക്കും. അങ്ങനെ ആർക്കും ബദലാകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അല്ല, അത് അധികാരത്തിലിരിക്കുന്നവർക്കല്ലേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ 250 രൂപ തരുമെന്ന് ഇപ്പോഴത്തെ ഗവൺമെൻറ് പറഞ്ഞിട്ട് 2 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞതല്ലേ. 170 പ്രഖ്യാപിച്ചു, തന്നില്ലല്ലോ ഒരിടത്തും. നവീൻ, ഒരു കാര്യം മനസ്സിലായി, കേരള കോൺഗ്രസിൽ കഴിഞ്ഞു. റബ്ബറിന് വിലയില്ലാതിരുന്നപ്പോൾ ആദ്യമായി കേരളത്തിൽ 150 രൂപ റബ്ബറിന് തറവില പ്രഖ്യാപിച്ചത് KM മാണി കൊണ്ടുവന്ന ബഡ്ജറ്റിലാണ്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അറിയാമോ? അത് കൊടുത്തു കൃഷിക്കാർക്ക്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷവും 2 മുന്നണിയും പറയും, ഇടതുപക്ഷം എന്താ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ 250 രൂപ പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചോ? 170 പ്രഖ്യാപിച്ചു. എവിടെയെങ്കിലും കൊടുത്തോ? നിങ്ങൾ അന്വേഷിക്കുക. കബളിപ്പിക്കുകയല്ലേ കൃഷിക്കാരെ, പറ്റിക്കുകയല്ലേ കൃഷിക്കാരെ. KM മാണി ചെയ്തു, കേരള കോൺഗ്രസിന് ചെയ്യാൻ പറ്റിയ സമയത്ത് ചെയ്തു. ആ ചെയ്തതിൻ്റെ ഫലം അന്ന് കൃഷിക്കാർക്ക് കിട്ടി. ഇപ്പോൾ കേരള കോൺഗ്രസ് കൃഷിക്കാർക്ക് വേണ്ടി തന്നെ നിലകൊണ്ട പാർട്ടിയാണ്. അപ്പോൾ അത് പരിമിതികളേറെയുണ്ട്. അതുകൊണ്ടാണ് കുറേ കൂടി ഒരു ദേശീയ കാഴ്ചപ്പാടുകൂടി വേണം. ഭരിക്കുന്ന കക്ഷികൾക്കല്ലാതെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്ക് നിവേദനം കൊടുക്കുകയും അവരെ കാണുകയും അവരുടെ സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്താലേ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ല, അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല, അതൊക്കെ കാത്തിരുന്ന് കാണുക. ഉണ്ട്, അവരുടെ ഒന്നും പേരുകൾ ഇപ്പോൾ പറയില്ല. എല്ലാ പാർട്ടികളിൽ നിന്നുണ്ട്. അത് CPI നിന്നുണ്ട്, CPM നിന്നുണ്ട്, മുസ്ലിം ലീഗ് നിന്നുണ്ട്, എല്ലാ കക്ഷികളിൽ നിന്നുണ്ട്. കേരള കോൺഗ്രസിൻ്റെ വിഭാഗങ്ങളിൽ കോൺഗ്രസിൽ നിന്നുണ്ട്. ഏതിന്? ഞാനത് പറഞ്ഞില്ലല്ലോ. അന്നത്തെ സമീപനമാണോ ഇപ്പോൾ ഉള്ളതെന്നൊന്ന് ആത്മപരിശോധന നടത്തണമെന്നല്ലേ പറഞ്ഞുള്ളൂ. എന്ന് അത് അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. അത് ആത്മപരിശോധന നടത്തുന്നത് പറയുമ്പോൾ എല്ലാവരും ആത്മപരിശോധന നടത്തണം. അതെല്ലാം പാർട്ടിയുടെ തീരുമാനം പാർട്ടി പ്രഖ്യാപിച്ച ശേഷമല്ലേ ഉണ്ടാവുള്ളൂ. പാർട്ടി പ്രഖ്യാപനം കഴിയട്ടെ. പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കാണാനൊരു അവസരം കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തണ്ടേ? ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിപ്പോൾ ഞാനത് പറയാനൊരു ആളല്ല.
അതിൻ്റെ നേതാക്കൾ, അതിൻ്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കൾ ഒക്കെ യോഗം ചേരുക. അവർ യോഗം ചേർന്നല്ലേ തീരുമാനം എടുക്കുള്ളൂ. അതിപ്പോൾ ആ പേരുകളൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നത് ശരിയല്ല. ഞാനുണ്ടാവും ആ പുതിയ പാർട്ടിയിൽ, അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതൊന്നും അത് തീരുമാനിക്കുന്നതിന് മുമ്പ് പദവി പറയാൻ പറ്റുമോ? ഏതായാലും നിങ്ങളോട് പറയാതെ ഓരോ ഒളിച്ചു കളി ഉണ്ടാവില്ല, സുതാര്യമായിട്ടേ പോവുള്ളൂ. എന്താ പറയണേ? അങ്ങനെ പറഞ്ഞോ നമ്മൾ? ഇല്ലല്ലോ. കാര്യങ്ങളിൽ നമ്മൾ വെക്കുന്ന ഒരു റബ്ബർ മാത്രമല്ല നമ്മൾ പറയുന്നത്. കേരളത്തിൽ ദുരിതമനുഭവിക്കുന്ന ദളിത് വിഭാഗങ്ങളുണ്ട്, പാവപ്പെട്ട ജനങ്ങളുണ്ട്, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്കിപ്പോൾ മണ്ണെണ്ണ പോലും കിട്ടുന്നില്ല. അവരുടെ ബുദ്ധിമുട്ടുകളില്ലേ? അപ്പോൾ അവരെല്ലാം അഡ്രസ്സ് ചെയ്യണം. അല്ല ഒരു റബ്ബർ മാത്രം കുറച്ച് വില വെച്ചുകൊണ്ട് വിഷയം പരിഹരിക്കുമോ? ഈ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളൊക്കെ പരിഹരിക്കണം. അല്ലല്ലോ, ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും ഉണ്ടെന്ന് കൂട്ടിക്കും. അവരെയൊന്നും ഞങ്ങൾ ഇതിലേക്ക് വലിച്ചഴിക്കുന്നില്ല. ഈ പാർട്ടി വരുമ്പോൾ സഭാ നേതാക്കന്മാർക്ക് വല്ലതും പാർട്ടിയിൽ വരാൻ പറ്റൂ? അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ വേറെ തലത്തിൽ പറയട്ടെ. അതിപ്പോൾ എനിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? പാർട്ടി ഉണ്ടാകട്ടെ, അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്നാ പറയണേ, മതമാനധ്യക്ഷന്മാരെ തോന്നിവാസമൊക്കെ വിളിച്ചു പറയുന്ന ആളുകളല്ലേ പലരും. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. അതെ അതെ, ആ പശ്ചാത്തലത്തിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അന്ന് അങ്ങനെ ഒരു ചിന്ത, ഒരു ക്രൈസ്തവ കൂട്ടായ്മയാണ് അന്നുണ്ടാക്കിയത്. ആ കൂട്ടായ്മയൊക്കെ പലഘട്ടം ചർച്ച ചെയ്ത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്നുള്ള ചിന്ത വന്നു. ആ ചിന്തയാണിപ്പോൾ ഗൗരവതലത്തിൽ ആലോചിക്കുന്നത്. എന്തോ? എല്ലാ മതമേലധ്യക്ഷന്മാരെയും ഞങ്ങൾ ആദരിക്കും, ബഹുമാനിക്കും. ഒരാളെയും ഞങ്ങൾ പുലഭ്യം പറയില്ല, ചീത്ത പറയില്ല. തുടക്കം അവിടെയാണ് ഞാൻ പറഞ്ഞത്. നടന്നു. അത് ഡേറ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല. പല ഘട്ടങ്ങളിൽ നടന്നു. ഒന്നല്ല, നിരവധി യോഗങ്ങൾ. ഹിന്ദു സംഘടനകളുടെ പല ആളുകളുമായി ഗൗരവതലത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഹിന്ദു പാർലമെന്റ് ഉള്ളത് അറിയാമല്ലോ. BJP-യോ? നോ, നത്തിങ് ഡു. നോ. ഇവിടെ മതിലുണ്ടാക്കാനും വനിതാ മതിൽ പണിത മേസ്ത്രി എന്നൊക്കെ നമ്മളൊക്കെ കളിയാക്കി വിളിച്ച നേതാക്കന്മാരൊക്കെ ഉണ്ട്. അന്ന് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന ആളുകളില്ല. അവരൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരാളുമായിട്ട് അയച്ചതില്ല. കൈരളിയോട് പ്രത്യേക സ്നേഹം ഉണ്ടാവും. ഉണ്ട്. ഞങ്ങൾ അത് രാജ്യവ്യാപകമായി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളതാണ്. അതിനെതിരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു കാരണവശാലും തുടർന്നുണ്ടാകുകയില്ല എന്നുള്ള ഉറപ്പ് ബന്ധപ്പെട്ടവരിൽ നിന്ന് കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കും. ഉണ്ട്. അതെല്ലാം വരട്ടെ. ഇപ്പം നമ്മൾ ഒറ്റയടിക്ക് ഇതെല്ലാം അതിൻ്റെ ഒരു ശൈശവദശയിൽ ഇതെല്ലാം കയറി പറയാൻ കഴിയുമോ? ക്രൈസ്തവരുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഞാനൊരു ക്രൈസ്തവൻ എന്നുള്ള നിലയിൽ ക്രൈസ്തവരുടെ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയിൽ കൃഷിക്കാരുടെ വിഷയം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. കൃഷിക്കാരുണ്ടെങ്കിലേ ക്രൈസ്തവരുള്ളൂ, ക്രൈസ്തവരുണ്ടെങ്കിലേ കൃഷിക്കാരുള്ളൂ. ആക്രമിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അക്രമം ഇന്ന് മാത്രമാണോ? ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടാകാത്തത്? എല്ലാ കാലഘട്ടത്തും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ അതിനെയൊന്നും ഞങ്ങൾ ന്യായീകരിക്കില്ല. അതിനെയൊക്കെ എതിർക്കാവുന്ന പരമാവധി എതിർക്കുക മാത്രമല്ല, അതിനെയൊക്കെ നഖശികാന്ത എതിർത്തുകൊണ്ട് ആ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ തള്ളിപ്പറയാനും അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞങ്ങൾ മുന്നോട്ട് വരും. അല്ലിപ്പം ഞാനൊരു അതിൻ്റെ അകത്തൊരു ഘടകം മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മാറി നേരിടുന്ന ആ വിഭാഗത്തിന് എന്താ കുഴപ്പം? ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞില്ല, കത്തയക്കുകയത്.
എന്തോ അല്ല, അത് അദ്ദേഹത്തിനും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ അതൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. കുറച്ച് കാര്യങ്ങൾ നവീൻ അറിയാം, അതുകൊണ്ടാണ് നവീൻ ഇങ്ങനെ ഈ കിള്ളി ചോദിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു അതൃപ്തിയൊന്നുമില്ല. എന്തിനാ? പക്ഷേ UDFൻ്റെ പഴയകാല ശൈലിയും പുതിയ ശൈലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചേരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. UDF ആകാം, LDF ആകാം, NDA ആകാം, ഒരു ഇൻഡിപെൻഡൻറ്റ് പാർട്ടി, അതാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അഭിപ്രായവുമില്ല. എന്തിനാ അത് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? ഞാൻ എഴുതി തന്നതിനകത്ത് വളരെ വ്യക്തമല്ലേ, അത് വ്യാഖ്യാനിക്കണം നിങ്ങൾക്ക്. അല്ല, നിങ്ങളെയൊക്കെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ അവരെയൊക്കെ എന്തിനാ കുറ്റം പറയുന്നത്? ഞാൻ ആ മുന്നണി വിടുമ്പോൾ, ആ പാർട്ടി വിടുമ്പോൾ ആ പാർട്ടിയെയും മുന്നണിയും കുറ്റം പറയേണ്ടത് ഒരു മര്യാദക്കാരനായ എനിക്ക് അതിന് എൻ്റെ സ്വഭാവമല്ല. അത് മര്യാദക്കാരന് ഞാൻ സ്വയം പറയുകയല്ല കേട്ടോ, നിങ്ങൾ പലർക്കും അറിയാം. ഞാനൊരു ശാന്ത സ്വഭാവക്കാരൻ, ഒരു പാവം പിടിച്ച മനുഷ്യൻ. അല്ല, ആയിക്കോട്ടെ, ചീത്ത ഇപ്പം കേൾക്കുമായിരിക്കും. അനിൽ ആൻ്റണി അല്ലല്ലോ ഞാൻ. പാർലമെൻ്ററി മോഹമൊക്കെ തീർന്നില്ലേ? 15 കൊല്ലം കേരള നിയമസഭയെ പ്രതിനിധീകരിച്ചില്ലേ? അത് പോരെ? എന്ന് അത് പുതിയ പുതിയ തലമുറ വരട്ടെ. അതൊക്കെ അന്നേരം ആലോചിക്കേണ്ട കാര്യമല്ലേ. അങ്ങനെ കൊതിയൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കൊതിയൊന്നുമില്ല. അല്ലല്ലോ, അല്ല, അതിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറേ ഡിമാൻഡ്സ് വയ്ക്കും. ആ ഡിമാൻഡ്സുമായി താരതമ്യപ്പെട്ട് അതുമായി പൊരുത്തപ്പെടാവുന്ന ആളുകളുമായി സഖ്യമാകാം. അതാരാ? LDF ആണോ? റെഡി. UDF ആണോ? റെഡി. NDA ആണോ? ഓക്കെ, അതേ ഉള്ളൂ. ഓക്കെ, ഇന്ന് ഇത്രയും മതി. നമ്മളിതിന് കൂടെ കൂടെ കാണുമല്ലോ എന്ന് പറയില്ല. 2-3 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടാവും. എറണാകുളത്തെ ഉണ്ടാവുള്ളൂ. നിങ്ങളൊക്കെ എറണാകുളത്തല്ലേ? എനിക്ക് എറണാകുളം വിട്ടൊരു കളിയുണ്ടോ? നമ്മുടെ തട്ടകയല്ലേ, ഞാൻ ഈ ലോ കോളേജിലല്ലേ പഠിച്ചത്, ഈ ജില്ലയിൽ നിന്നല്ലേ MLA ആയിക്കൊണ്ടിരുന്നത്. എൻ്റെ രാഷ്ട്രീയ തട്ടകം ലോ കോളേജിൻ്റെ ചെയർമാൻ കൗൺസിലറായി ജയിച്ചത് പോട്ട് ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും. അതിപ്പോൾ ഞാൻ എന്താ പറയുന്നത്? ഏതായാലും അത് വിജയിച്ച ലക്ഷണമൊന്നും കാണുന്നില്ല ഇതുവരെ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ല, പറയാൻ കഴിയില്ല. അവർക്ക് എന്താ ഇപ്പോൾ അവർ പറയുന്ന വാർത്തകളല്ലാതെ, മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തയല്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ വേറൊന്നുണ്ട്. ഇപ്പം ആളുകളുടെ ഒരു ചിന്താഗതി, ഒരു പാർട്ടിയോട് ഒരു അയിത്തം ഉള്ള ചിന്താഗതി കേരളത്തിൽ ആർക്കുമില്ല. ഞാനിപ്പോൾ BJP-യെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല. എൻ്റെ അജണ്ട അല്ലത്. പിന്നെ എന്തിനാ വെറുതെ? ഓക്കെ, താങ്ക് യു. ജോണി നെല്ലൂർ കേരള കോൺഗ്രസ് വിട്ടിരിക്കുകയാണ്. UDF സെക്രട്ടറി സ്ഥാനവും ജോണി നെല്ലൂർ രാജിവെച്ചിരിക്കുകയാണ്. വ്യക്തിപരമായ കാരണങ്ങളാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിന് നയിച്ചത് എന്നാണ് ജോണി നെല്ലൂർ പറയുന്നത്. UDF നേതൃത്വത്തിനെ വിമർശിക്കുന്നു. UDF നേതൃത്വം മുൻപുള്ള സമീപനമായിരുന്നില്ല, ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കാലത്തുള്ള സമീപനമായിരുന്നില്ല ഇപ്പോൾ ഘടകകക്ഷികളോട് എടുക്കുന്നത്, ഇപ്പോഴത്തെ നേതൃത്വം സ്വീകരിക്കുന്നത്. ഘടകകക്ഷികൾ ആത്മപരിശോധന നടത്തണം എന്നും പറയുന്നു. ഭാവി പരിപാടികൾ എന്ത് എന്ന ചോദ്യത്തിന് പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് തീരുമാനം. മതേതര ദേശീയ പാർട്ടി രൂപീകരിക്കുമെന്നാണ് പറയുന്നത്. ക്രിസ്തീയ കൂട്ടായ്മകൾ കഴിഞ്ഞ ദിവസങ്ങൾ ചേർന്നതിന്റെ ഒരു രൂപമായിരിക്കും രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്. പക്ഷേ അതിന് ക്രിസ്തീയ മുഖമായിരിക്കില്ല, അതൊരു മതേതര പാർട്ടിയായിരിക്കും, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മതേതര പാർട്ടിയായിരിക്കും എന്ന് പറയുന്നു. പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ കൂടിക്കാഴ്ച നടത്താൻ അവസരം കിട്ടിയാൽ പ്രധാനമന്ത്രിയെ കാണുമെന്ന് പറയുന്നു. ഒരു മുന്നണിയോടും അയിത്തം ഉണ്ടാകില്ല, കർഷകരുടെ പ്രശ്നങ്ങളായിരിക്കും മുന്നിൽ വെക്കുക, അതിന് അനുകൂല സമീപനം സ്വീകരിക്കുന്ന ഏത് പാർട്ടിയുമായും സഹകരിക്കുമെന്നതാണ് ജോണി നെല്ലൂർ വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം. രാജിക്കത്ത് നൽകുകയോ അത്തരം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചു